നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CMRൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയും കമ്പനിയും 1.72 കോടി രൂപ കൈപ്പറ്റിയത് അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട നൽകിയ ഹർജി തള്ളിയതിനെതിരെ നൽകിയ റിവിഷൻ പെറ്റീഷൻ സംസ്ഥാന സർക്കാരിനെയും കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ സർക്കാരിനെ കക്ഷിയാക്കിയിട്ടില്ല എന്നും പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ TA ഷാജി ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇത്. ഹർജിയിൽ ഭേദഗതി വരുത്തുമെന്ന് ഹർജി നൽകിയ മാത്യു കുഴൽനാടൻ MLAയുടെ അഭിഭാഷകൻ അറിയിച്ചു. തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജി തള്ളിയതിനെ തുടർന്നാണ് റിവിഷൻ പെറ്റീഷനാണ് ജസ്റ്റിസ് K ബാബു പരിഗണിക്കുന്നത്. ഹർജിയിൽ നാളെ വാദം തുടരും. പിണറായി വിജയൻ, വീണ എന്നിവർ ഉൾപ്പെടെ 7 എതിർകക്ഷികൾക്ക് നോട്ടീസിന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. CMRൽ MD ശശീന്ദ്രൻ കർത്തയും CMRൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, ഇന്ത്യൻ റയർ എർത്ത്സ് ലിമിറ്റഡ്, എക്സോലോജിക് സൊല്യൂഷൻസ് എന്നിവയുമാണ് മറ്റ് എതിർകക്ഷികൾ. ആദായ നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിൽ ഉത്തരവിടുകയായിരുന്നു വിജിലൻസ് കോടതി ചെയ്യേണ്ടിയിരുന്നത് എന്നും ഹർജി ഭാഗം വാദിച്ചു. അന്വേഷണം ആവശ്യപ്പെട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയ പരാതിയിൽ സർക്കാരിനെയും കക്ഷി ചേർത്തിരുന്നുവെന്നും കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ വിശദീകരണം നൽകിയതാണ് എന്നും പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ വിശദീകരിച്ചു.